ഇതോ മോനെ സിദ്ധു ഡാ ഇതൊക്കെ ഒരു ഗമ്മണക്കൊരു നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ പ്രതിഭ സജീഷ് ബ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മറ്റന്നാൾ സ്കൂൾ തുറക്കാണ്. അപ്പൊ സ്കൂൾ തുറന്നിട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊന്നുമില്ല കേട്ടോ, അതായത് ബാഗും ബുക്കൊന്നുമില്ല. അപ്പൊ പിന്നെ അത് വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങള് ടൗണിലേക്ക് പോകാൻ പോവാണ് അല്ലേ സിദ്ധു? മറ്റന്നാൾ പോണ്ടേ? സ്കൂബിയുടെ അത് ആദ്യം പറഞ്ഞു ചേച്ചി, സ്കൂബിയുടെ ബാഗിന്റെ കൂടെ എന്തോ കളിക്കുന്ന സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നു അല്ലേ? അപ്പൊ അത് വേണമെന്നൊക്കെ പറഞ്ഞ് എന്തായാലും അത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. അപ്പൊ നമുക്ക് കാണാം. എല്ലാം കൂടി എവിടെയാ കിട്ടുന്ന വെച്ചുമ്പോ അങ്ങോട്ടേക്ക് പോട്ടോ. ബാഗും ബുക്കും എല്ലാം കൂടി സ്കൂബിയുടെ അല്ലേ വേണ്ടേ? സ്കൂബിയുടെ ഉണ്ടോ? സ്കൂബിയുടെ എങ്ങനെയാ മോഡൽ എങ്ങനെയാ? ആ വേണ്ട, ചെറുതും അല്ലേ, കുറച്ച് വലുത് വേണ്ടേ അല്ലേ? കുറച്ച് വലിയ ടൈപ്പ് വേണ്ടേ? ടെക്സ്റ്റ് ബുക്ക് വെക്കുന്നതിനൊപ്പം അതാ വേണ്ടേ? തൈക്ക് ചെറുതാ മോനെ, അത് ചെറുതാ. നല്ല രസമുണ്ട്, രസമൊക്കെ ഉണ്ട്. കുഞ്ഞു സിദ്ധു ഇതൊക്കെ ഇടം വരെ ഉണ്ട് നോക്കാലോ നമുക്ക്. അതല്ലേനോ? ഇതല്ലേനു? ഇതാ രസം കാണാന്. ഇത് ഇഷ്ടാക്കി ഇതോ? അത് പെണ്ണുങ്ങളെയാണല്ലേടോ? അങ്ങനെ ഉണ്ടോ? പെണ്ണുങ്ങളാണെങ്കിലൊന്നുമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ചോദിക്കട്ടെ. എനിക്ക് എന്നാലും ഓള് പറഞ്ഞ പോലെ ഇത് തന്നെ എടുക്കരുതോ? സൂപ്പർമാൻ്റെ തന്നെ ഉള്ള എടുക്കരുതോ? നോക്ക് നല്ല ഇതോ മോനെ, ഇതാ അമേസിങ് സൂപ്പർമാൻ. ഇതാ ഇതോ മോനെ സിദ്ധു ഡാ ഇതൊക്കെ അതെ കാണുമ്പോ എപ്പോഴും ഒരു ഇഷ്ടല്ലേ. എന്തെന്നാ സാധനം സിദ്ധു? ഇതാ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടെ. അതെന്താ? ഓന് പൗച്ച് മതി നിറക്കണം ആദ്യം. ബോക്സ് വെച്ച് അധികം വലിപ്പമില്ലാത്ത വേണോ? ഓനിഷ്ടമുള്ള നോക്കില്ല. ഇത് എടുക്കുന്നത് കാണിച്ചേ. സിദ്ധു കുഞ്ഞൂന് കിട്ടിയില്ലല്ലോ. സിദ്ധു കാണിച്ചു കൊടുക്കേ, കാണിച്ചോ. ഒരുവിധം ബാഗും കാര്യങ്ങളും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോ ബുക്ക്, റബ്ബറ്, പെൻസില് അതിനി വേറെ പോണം. അപ്പൊ കുഞ്ഞൂന്റെ ബാഗ് ഇവിടുന്ന് ഇഷ്ടമാകാത്തതിനെ കൊണ്ട് അവൻ ആടെ പോയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാ പോക്കാം. ഇതാ നമ്മള് ബില്ലാക്കാം കേട്ടോ. തെറ്റായില്ലായിട്ടോ? അല്ല ശരിയല്ലേ? നമ്മള് പോവാ. കുഞ്ഞുവിന്റെ ബാഗ് നമ്മള് നേരത്തെ വന്നിട്ട് എടുത്തു വെച്ചാടോ വന്നിട്ടാട്ടോ ഇനിയിപ്പം വാങ്ങുന്നേ. സംസ്കൃത സ്കൂളിൽ നിന്നില്ലേ? അച്ഛനും മക്കളും കൂടി പുസ്തകത്തിന് തപ്പി നടക്കുക. 2 പീഡിയ പോയിട്ടോ. അപ്പൊ 2 പീഡിയയിലും ഭയങ്കര തിരക്കാണ്. ഇവിടെ മനോഹരമായ വടകരയിലാണ്. ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ. ഇന്ന് ശരിക്കും നല്ല മഴയാ. എല്ലാടെയും ശൈശേട്ടൻ പറഞ്ഞ കുറ്റിയാടിയ ഭാഗങ്ങളിലെല്ലാം നല്ല മഴയാണ്. നമുക്ക് ഇന്നിപ്പോ മഴയൊന്നുമില്ല. നോട്ടിന്റെ എണ്ണം എടുത്ത് എഴുതുക. ഓ വാങ്ങിയ സാധനത്തിന്റെ എന്തൊക്കെയോ പറയുന്നത്. കുഞ്ഞു പെന്നു വേണ്ടേ? ഏതാ?
പെന്നേതാ ഇങ്ങനത്തെയാ? മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് പഠിക്കാൻ സിദ്ധുവിന് പഠിക്കാൻ വേഗം പഠിക്കില്ല അല്ലേ? അതിനമ്മത് പറഞ്ഞ എന്നിട്ട് അവിടെ തൂക്കിയിട്ട് നമ്മളെ കിടക്കുന്ന റൂമില് എന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന റൂമിൽ ഇങ്ങനെ ഓരോന്ന് 2 നോക്കുക 3ന്റെ നോക്കുക 4ന്റെ നോക്കിയിട്ട് അപ്പഴത്തേക്ക് ഉറങ്ങി പോകും. അവിടെ തൂക്കിയിട്ടുണ്ട്. ദേവു ഇവിടുന്ന് കഥ ബുക്കുകളാണ് നോക്കുന്നത്. ഏതെങ്കിലും ചെറിയ കഥ ബുക്ക് ഉണ്ടോ? ബാലരമ ഇങ്ങനത്തെ എല്ലാ സാധനം ഉണ്ടോ? അങ്ങ് വെറുതെ ഇരിക്കല്ലേ. അപ്പൊ എല്ലാ സാധനവും വാങ്ങി ഇതാ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാ കേട്ടോ. 2 ബാഗ് ബുക്ക് അത്യാവശ്യം സാധനം വാങ്ങിക്കുന്നുണ്ട്. കോപ്പി അത് ഇങ്ങനത്തെ ബുക്കുകളും എല്ലാം. അപ്പോഴത്തേക്ക് ഇവർക്ക് ഏകദേശം വിശന്ന് തുടങ്ങി. കുറെ നേരം ചുറ്റി നടക്കുന്നു. സമയം ഒരുപാടായി. സമയം ഇപ്പം 8:10 നമ്മള് നേരത്തെ ഇറങ്ങിയില്ലേ. ഇനി ഫുഡ് കഴിക്കാൻ പോകാന്ന്. ഓട്ടോറിക്ഷയിലാന്ന്. അതാണ് ഇങ്ങനെ കറുത്ത് കിടക്കുന്നുണ്ട്. ആ സൈറ്റ് പിന്നെ ഇതൊക്കെ ആട്ടോ നമ്മൾ ഇന്ന് വാങ്ങിയ സാധനങ്ങള്. ഇത് ഓരോരുത്തരുടെ സാധനം. ഇത് പിന്നെ സിദ്ധുവിന്റെ സ്കൂബിയുടെ ഇതിനു വേണ്ടി ഞങ്ങൾ 2-3 പേടിയൊക്കെ ഇറങ്ങില്ലേ കുഞ്ഞു? 3 പേര്. കാണിച്ചോ? കിട്ടി. സ്കൂബിയുടെ ഇതാ. പിന്നെന്താ സ്കൂബിയുടെ അല്ലോ ഇതിന്റെ സ്പൈഡർമാന്റെ എന്താ ഉള്ളത്? ബാഗ് ഫസ്റ്റ് കടയിൽ നിന്ന് കിട്ടി. സ്നാക്സ് ബോക്സ്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട്. സിദ്ധുവിന് പഠിക്കാൻ ഇതാണ് എനിക്ക് തീരെ ഇത് സിദ്ധു ജൂൺ കഴിയുമ്പോഴത്തേക്ക് സിദ്ധു 20 വരെ പഠിക്കും. 20 വരെയോ? 1 20 പറഞ്ഞാൽ 19 ഒക്കെ പഠിക്കാൻ ഭയങ്കര 19 ഒന്നും പഠിക്കണ്ട. നമുക്കൊരു 10 വരെ പഠിക്കാം അല്ലേ സിദ്ധു? എനിക്ക് അങ്ങോട്ട് ഇനി വേണ്ട 20 ഒക്കെ. 3ാം ക്ലാസ്സിലേക്ക് കേട്ടോ സിദ്ധു. അതുകൊണ്ട് 2ാം ക്ലാസ്സിൽ 5 വരെ പഠിച്ചിരിക്കും. 3ാം ക്ലാസ്സിൽ 10 വരെ പഠിക്കണ്ടേ? എനിക്കിത് അപ്പൊ അത് പിന്നെ എന്താ നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ എന്താ ബാക്കിയുള്ള സിദ്ധ കുഞ്ഞു അയ്യോ വീടെന്താ ബാഗ് ബ്യൂട്ടിഫുൾ അല്ല. പിന്നെ ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്ക്. 6ാം ക്ലാസ്സിന്റെ എന്റെ ബുക്ക്. 1 2 3 4 5 6 7 8 ബുക്ക് ഉണ്ട് പഠിക്കണം. ഇത് 8 ബുക്ക് ഞാൻ പഠിക്കും. പിന്നെ നമ്മളെ എന്തെന്നല്ല ഇത് 2 റബ്ബർ 2 പെൻസിൽ. മെയിൻ അത്യാവശ്യ സാധനം സിദ്ധുവിന് പെൻസിൽ. എനിക്ക് പെന്നാണ്. 2 പെൻസ്. ഗമ്മ്, സ്റ്റേപ്ലെയർ, പിന്നെ കുഞ്ഞുവിന്റെ വാട്ടർ ബോട്ടില്, കുഞ്ഞുവിന്റെ നോട്ട്, പിന്നെ നമ്മള് കവർ ചെയ്യുന്ന സാധനം 2 എണ്ണം. ഈ 2 ഗമ്മാണ്. ഒരു ഗമ്മാണ് ഒരു കൊമ്മൂന്ന്. അപ്പൊ ഇത്രയും സാധനം എല്ലാം കൂടി ആണ് കേട്ടോ നമ്മളിന്ന് വാങ്ങി. ഇനിയിപ്പോ എന്ത് ചെയ്യണം? നമുക്ക് നോട്ട് പൊതിയിടണം. അച്ഛൻ പൊതിയിട്ടു. ഞാൻ പൊതിയിട്ട ബുക്ക് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ. അപ്പൊ മക്കള് അറ്റൻഡ് ചെയ്യുന്നൊരു ട്യൂഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞും ദേവും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ദേവുവിന് വേണ്ട നമ്മളെ ഇന്റർവെല്ലിന്റെ ഇൻഡിവിജ്വൽ ട്യൂഷനിൽ. അപ്പൊ ഇവർക്ക് കൊടുത്തയച്ച ഗിഫ്റ്റ് ആണ് ഇതിൽ കേട്ടോ. ഇതാ ഞാൻ അന്നേ പറഞ്ഞ് അന്ന് നമ്മളെ വീഡിയോയില് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളെ അതിന്റെ കാര്യങ്ങളൊക്കെ പറയേ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ അഡ്രസ്സും ഫോൺ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ട്യൂഷൻ എന്ന് പറഞ്ഞതിനേക്കാളും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ടീച്ചറുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്ന, ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം. മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുന്നു. നല്ല ചമ്മലും നാണമൊന്നും ഉണ്ടാവില്ല. കുറെ കുട്ടികളില്ലല്ലോ, ഒരു ടീച്ചറാണ്. അതെ, അതായത് ഇവരെ ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ടീച്ചർമാര് നല്ലോണം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അല്ലേ? കാരണം ഇതിലെന്തൊക്കെയാണുള്ളത് നോക്കാം. എന്താ കേട്ടോ, തൂക്കിയിടാൻ പറ്റിയ ഇന്റർവെല്ലിന്റെ കുപ്പി. ഇന്റർവെൽ പിന്നെ ഇത്
പിന്നെ അടിപൊളി നല്ല രസം. സൂപ്പർ കപ്പാട്ടോ. ഇതാ വേർഡ്സ് ഇൻഡിവിജ്വൽ ട്യൂഷൻ കണ്ടോ അതാ. അപ്പൊ ഇതുണ്ട്. പിന്നെ ഡാർക്ക് ഫാന്റസി ഇനിയുണ്ട് കേട്ടോ. ഒരു പെട്ടി. ഏറ്റവും കൂടുതൽ സ്കൂളിലേക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സാധനങ്ങളാട്ടോ ഒരു കൊടുത്തയച്ചെല്ലാം. കണ്ടില്ലേതാ നമ്മളെ ഏറ്റവും എന്താ പറയുക സ്കൂൾ തുറക്കേണ്ട സമയത്ത് വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങളാണ്. അപ്പൊ ഒരുപാട് താങ്ക്സ് പറ. താങ്ക്സ് ഇൻട്രാവൽ. അപ്പൊ ഇതാ ഇവരാണ് ഇനി പറയേണ്ടത്. ഇനിയിപ്പോ സ്കൂളിന്റെ തിരക്കായി പോയി, അതുകൊണ്ട് ഇവരെ കിട്ടുന്ന സമയത്താക്കട്ടെ കേട്ടോ നമുക്ക് വീഡിയോ എല്ലാം എടുക്കാനാവുള്ളൂ അല്ലേ. അതുകൊണ്ട് നമ്മളാരും മറന്നു വരുത് ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ കുഞ്ഞു? ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ.